ഇനിയിപ്പം 3 മിനിറ്റും കൂടി 1 മണിയാവാനുള്ളൂ. നമുക്കൊന്ന് പോയി നോക്കാം. എൻ്റെ ഇടയിൽ ഞങ്ങൾ പോയി ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തു. അല്ലേ ചേച്ചാ? അതെ, അതിനുള്ള സമയം ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാനുള്ളത് 15 മിനിറ്റ് സമയം. എൻ്റെ ഷൂസ് ഞാൻ എടുത്തോട്ടെ. പിന്നെ പുള്ളിക്കാരി ഫില്ല് ചെയ്യേണ്ട പേപ്പറും കൂടെ നമുക്ക് തന്നു. പിന്നെ പോയിട്ട് വരാം. Okay, I put the declaration underneath. The statement, yes. Yeah. Thank you. We needed you to write it on the back. Oh, on the back. Okay. Yes. Do you have a pen? Did I give you guys a pen? No. I can get a pen. Yeah. It's in the truck. Yeah. സാറേ പേന ഒന്ന് പാസ് ചെയ്യാവോ? മറ്റേ അവള് തന്ന പേപ്പറിലും കൂടെ എഴുതുന്നു. ഓക്കെ. You don't have to go too far. I need you to kind of stay close to the shed. Okay. So don't go too far because we're going to be taking pictures of the back. Okay. Yeah, sure. നമ്മളവിടെ അകത്തേക്ക് കയറ്റി പാർക്ക് ചെയ്തോ. അവളുടെ സൂപ്പർവൈസറിനെ വേണ്ടി വന്ന് ലോഡിൻ്റെ ഫോട്ടോ എടുക്കണം. ഗൗതം 8956 എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ചോദിച്ചായിരുന്നു, നമ്മുടെ ഈ മിറർ ഫിക്സ് ചെയ്തേക്കുന്ന ഈ ടേപ്പ് ഒട്ടിച്ചേക്കുന്ന DOT വയലേഷൻ അല്ലേന്ന്. സംഭവം നമ്മുടെ കേസിൽ അങ്ങനത്തെ വിഷയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതേണ്ട നമ്മുടെ ഈ പീറ്റർബിൽറ്റിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു ഹുഡ് മിറർ ഉണ്ടല്ലോ, ഇതിന് നല്ല നീട്ടമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു സാധനം ഭയങ്കര എന്തോ അതിൻ്റെ ബിൽഡ് ചെയ്തേക്കുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം നമ്മൾ ഇത് ഇച്ചിരി കട്ടറൊക്കെ ഉള്ള റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇതിന് വൈബ്രേഷൻ ഭയങ്കര കൂടുതലാണ്. അതിൻ്റെ ഇടയിൽ സെക്യൂരിറ്റി ചേട്ടൻ വന്നേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സീല് ബ്രേക്ക് ചെയ്തേക്കാം. So something so you guys can avoid this situation, just tell them on the BOL that you guys gave us, tell them to type it in and put it on the paper. 2.5 please. ഇപ്പോൾ ടെസ്ലയുടെ സെക്യൂരിറ്റിക്കാരനുമായിട്ട് സംസാരിക്കായിരുന്നു. പുള്ളിയും പറയാ, ഇപ്പോൾ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഒക്കെ വരുന്ന ലോഡുകൾക്ക് ഇവിടെ കനത്ത വള്ളിയാണ്, ഭയങ്കര പ്രോസസ്സിൽ കൂടെ കടന്നു പോയിട്ട് ഇവർ എടുക്കുന്നുള്ളൂ എന്നൊക്കെ. ഇറ്റ്സ് ഓക്കെ, എല്ലാം കലങ്ങി തെളിയും. നമ്മളപ്പം മിററിൻ്റെ കാര്യമല്ലേ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ടേപ്പ് ഒട്ടിച്ചേക്കുന്ന സംഭവം വേറൊന്നുമില്ല, ഈ ഒരു സാധനം ഭയങ്കര വൈബ്രേഷൻ കാരണം പൊട്ടിപ്പോകാനുള്ള ഒടിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത പീറ്റർബിൽറ്റിന് ഭയങ്കര കൂടുതലാണ് ഈ പ്രത്യേക മോഡലിന്. 2018 579 എപ്പിക്കാണ് നമ്മുടെ മോഡല്. അപ്പോൾ അതിന് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ഇതിൻ്റെ അകത്ത് കണ്ടോ, അത് ഒന്നൊരു ഇച്ചിരി ബൾജ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരു മെറ്റലിൻ്റെ ഒരു റോഡ് വെച്ചിട്ട് നമ്മളത് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പം ഈ സാധനം ഈ ഇവിടുത്തെ വെയിറ്റ് കാരണം ഇത് ഷെയ്ക്ക് ചെയ്ത് ഒടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് DOT വയലേഷൻ അല്ല കേട്ടോ, ജസ്റ്റ് ഒരു എക്സ്ട്രാ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചേക്കുന്നതാണ്. അതേസമയം പറയട്ടെ, ഈ ഒരു കോമ്പണൻറ്റ് ഒടിഞ്ഞിരുന്നിട്ട് അത് ജസ്റ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് വെച്ചേക്കണമെങ്കിൽ ചിലപ്പം ഒരു ഇത്തിരി വിഷയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്റ്റിൽ അത് വയലേഷൻ ആണോ എന്ന് എനിക്കറിയില്ല, ബട്ട് അത് സേഫ്റ്റിയുടെ ഭാഗമല്ലല്ലോ, കാരണം ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്ന സാധനം അറ്റാച്ച് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതേസമയം ഇത് ജസ്റ്റ് സ്ട്രെങ്ത് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ അലീസിയോ അരീക്കൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ബ്രോ ചോദിച്ചായിരുന്നു ലാൻഡിങ് ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ലാൻഡിങ് ഗിയർ മാത്രമല്ല, നമ്മുടെ ട്രക്കിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ കോമ്പണൻസും നമ്മളെ ട്രക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഏതോ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്ളോഗ് നമ്പർ ഞാനിപ്പോൾ താഴെ കൊടുക്കാം. നമ്മുടെ ട്രക്കിനെക്കുറിച്ചും അതിൻ്റെ കോമ്പണൻസിനെ കുറിച്ചും കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് പോയി കാണണേ. ലാൻഡിങ് ഗിയർ എന്ന് പറഞ്ഞ സംഭവം വേറൊന്നും അല്ല, വേണ്ട ഈ ഒരു സാധനം കണ്ടോ, ഇത്
ഇതിനാണ് ലാൻഡിങ് ഗിയർ എന്ന് പറയുന്നത്. അപ്പം ഇത് ലാൻഡിങ് ഗിയറിൻ്റെ ലീവർ. ഇത് വെച്ചിട്ട് ഇങ്ങനെ റൈറ്റിലേക്ക് തിരിക്കുമ്പോഴത്തേക്കും ഇത് അപ്ലൈ ചെയ്യും. പിന്നെ അത് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റിവേഴ്സിൽ കറക്കി വെച്ചാൽ മതി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേണ്ട ഈ ഒരു 5th വീല്, ഈ ഒരു സാധനം കണ്ടോ 5th വീല്, ഇത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഒരു ട്രെയിലറും ട്രാക്ടറും അറ്റാച്ച് ചെയ്യുന്നത്. ബൈ ദ വേ നമ്മുടെ ട്രക്കിൻ്റെ ഫ്രണ്ട് പാർട്ടിന് ട്രാക്ടർ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇത് അറ്റാച്ച് ചെയ്യാത്ത സാഹചര്യങ്ങൾ നമ്മൾ ട്രക്ക് എടുത്തുകൊണ്ട് പോകാൻ നേരത്ത് നമ്മൾ ഈ ലാൻഡിങ് ഗിയർ താത്തി നേരെ അതിലാണ് ഈ ടോട്ടൽ ട്രെയിലർ റെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ലാൻഡിങ് ഗിയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ അർക്കൻസ വീഡിയോയ്ക്കകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ആ ലാൻഡിങ് ഗിയർ ഓൾ ദ വേ ടു ദ ടോപ്പ് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് വെക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന്. ചില ഈ റെയിൽവേ പാളങ്ങൾ പോകുന്ന പോലത്തെ ഇച്ചിരി വലിയ ഹമ്പ് പോലത്തെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ ലാൻഡിങ് ഗിയർ പൊക്കി വെച്ചിട്ടില്ലെങ്കിൽ, കാരണം ചിലപ്പോൾ നമ്മൾ ഒരു ഇച്ചിരി മടി കൊണ്ടായിരിക്കാം ചിന്തിക്കാം ഒരു ഇച്ചിരി പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് പൊങ്ങി നിൽക്കുമല്ലോ. കാരണം എന്താ, ഇതിപ്പോൾ ഓൾ ദ വേ ടു ദ ടോപ്പ് നമ്മൾ പൊക്കി വെച്ചേക്കണം. ഇത്രയും പൊക്കമുണ്ട്. ഇത്രയും പൊക്കം ഇല്ലെങ്കിലും വേണ്ട ആവശ്യത്തിന് ക്ലിയറൻസ് ഉണ്ടല്ലോ, റോട്ടിൽ കൂടെ പൊക്കോളൂല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ നമ്മളാ പറഞ്ഞ പോലെ റേസ്ഡ് ഏരിയാസ് വരുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് കയറി ഇറങ്ങി ബാക്കിലത്തെ ടയർ അങ്ങ് പുറകിലല്ലേ, അത് കയറുന്നതിന് മുമ്പ് ഈ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ റേസ്ഡ് ഏരിയകളിൽ ഈ ലാൻഡിങ് ഗിയർ തട്ടി അവിടെ സ്റ്റക്കായി പോകുന്ന സാധ്യതയുണ്ട്. ഏറ്റവും അപകടം പറ്റുന്നത് നമുക്ക് ചില റേസ്ഡ് ആയിട്ടുള്ള റെയിൽവേ പാളങ്ങളിൽ വരുന്ന നമ്മുടെ ആർക്കൻസ വീഡിയോ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലാൻഡിങ് ഗിയറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതെല്ലാം കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതാണ് ലാൻഡിങ് ഗിയർ. അപ്പോൾ നമ്മൾ ഏകദേശം അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളോട് 60 എന്ന് പറയുന്ന ഡോക്കിൻ്റെ അകത്തേക്ക് ഇട്ടോളാൻ പറഞ്ഞു. അവരുടെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. എന്നിട്ട് ഇവർ ഈ മുകളിലേക്ക് പൊങ്ങുന്ന രീതിയിൽ ആ സ്ക്രൂ വെച്ചേക്കണതാ ഏറ്റവും നമ്മൾ ടയറെ കുത്തുന്ന രീതിയിൽ. ടയർ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന പോലത്തെ അതിനൊരു കുനിപ്പ് പോലെ വെച്ചേക്കുക. ആ ശരിക്കും അങ്ങനെ വരുമ്പോൾ ആ റിമ്മിന്റെ സൈഡിൽ ഇടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. എന്തായാലും ഡോക്ക് കിട്ടാൻ ഇച്ചിരി ഡിലേ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഡോക്കിലിട്ട് നിപ്പി 5 മിനിറ്റിനുള്ളിൽ തന്നെ അമ്മാരെ സാധനം ഇറക്കി തന്നു. പിന്നെ അതിന് മാത്രം ലോഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ POD നമ്മൾ ഓൾറെഡി ഇമെയിൽ ചെയ്തിട്ടുണ്ട്. കണ്ടാ 36 ഡിഗ്രി ടെമ്പറേച്ചറാണ് കാലിഫോർണിയയിലുള്ളത്. അതേസമയം നമ്മുടെ ടൊറന്റോയിലാണെങ്കിൽ -5 -6 ആ റേഞ്ചിൽ സ്നോ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാ സാറേ സ്ട്രാപ്പ് ഓർമ്മയില്ലായിരുന്നോ? ഞാൻ അവിടെ നിന്ന് അകത്തുനിന്ന് കാണാൻ പറ്റില്ല. ആ ഉണ്ടുണ്ട്. ആ സാറേ, ആ ടെസ്ലയുടെ ആദ്യത്തെ പേജ് മാത്രം അയച്ചു കൊടുത്തുള്ളൂ. അവർക്ക് 2 പേജിൻ്റെയും POD വേണമെന്ന്. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് വരാം. അങ്ങനെ ടെസ്ലയിലെ നമ്മുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞു. നമുക്ക് പിക്കപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ ഓർത്ത മിക്കവാറും ലേബർ ആയിരിക്കും ഇന്ന് ശനിയാഴ്ച പോയിട്ട് ആയതുകൊണ്ടെന്ന്. ലോസ് ആഞ്ചലസിനടുത്തുള്ള ഷേഫർ അവന്യൂ എന്ന് പറയുന്ന നമ്മളൊരു യാർഡുണ്ട്. അപ്പോൾ അവിടെ ഒരു ലോഡ് ഓൾറെഡി ഒരു ട്രെയിലറിനകത്ത് എടുത്തിട്ടിട്ടുണ്ട് വേറെ ആരാണ്ട്. അപ്പോൾ നമുക്ക് നേരെ ചെന്ന് നമ്മുടെ ഈ MT അവിടെ ഡ്രോപ്പ് ചെയ്ത് ആ ലോഡഡ് സാധനം ഹുക്കും ചെയ്ത് നേരെ വിട്ടു പോവാം. അടിപൊളി. ഇവിടെ ഒന്ന് കിടക്കാൻ ആഗ്രഹിച്ചതായിരുന്നു സത്യമായിട്ടും. ഒന്ന് റിപ്പിളൊരു ബിയറൊക്കെ അടിച്ച് ചേച്ചനും കൂടെ പുറത്ത് വർത്താനൊക്കെ പറയാം. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല, മനഃപൂർവ്വം ഇന്റൻസ്ലി. ടെസ്ലയ്ക്ക് പഴയ പ്രതാപമല്ലോ. പണ്ട് ഇവിടെ വരുമ്പോൾ നല്ല തിരക്കല്ലേ. പിന്നെ അല്ല, ഇത് വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ തന്നെയല്ല, ടെസ്ലയുടെ മൊത്തത്തിലുള്ള ഒരു കച്ചവടമൊക്കെ ഒന്ന് കുറഞ്ഞല്ലോ. മൊത്തം പുള്ളിയായിട്ടുള്ളൊരു മറ്റേ ട്രംപ് പറഞ്ഞല്ലോ 1000 രൂപയ്ക്ക് പുള്ളിയുടെ സാധനം കൊടുക്കാണ്ടെന്നല്ലേ പറഞ്ഞത്. ഏത് ട്രംപ് ഒരു ടെസ്ല മേടിച്ചിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് ഉടക്കി കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞോട്ട് ഒരു പന്ന സാധനം $1000 ആര് തന്നാലും ഞാനിപ്പോ കൊടുക്കും. അങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞു. അത് ഉടക്ക് അതല്ലേ. ഇപ്പൊ ഞാനും അൻപിനോട് പറയായിരുന്നു നമുക്ക് ട്രംപിനോട് ചോദിച്ചാൽ നമുക്ക് ഒരു ടെസ്ല മേടിച്ചാലോ. അതോടുകൂടി ടെസ്ലയുടെ വില മൊത്തം ഇടിഞ്ഞു കഴിഞ്ഞു പോയല്ലേ. ഒരൊറ്റ ഉടക്കം കൊണ്ട് അതിനങ്ങ് അത്രയും നാളും കൂട്ടുകാരായിട്ട് നടന്ന. ചെറി ബ്ലോസം എല്ലാം പൂത്ത് നിൽക്കുന്ന ആദ്യമായിട്ടാണ് ഈ വർഷം കാണുന്നത് അല്ലേ. ഇവിടെ അത് നേരത്തെ ആദ്യത്തെ സൈഡ് അതെ. നമ്മളിവിടെ മറ്റേ ടൊറന്റോയിലൊക്കെ പോക്കണമെങ്കിൽ സമയം എടുക്കും. അതെ എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോഴും സ്നോ ചെയ്തോണ്ടിരിക്കുമല്ലേ. അതെ ഞാൻ പറഞ്ഞത്.
ഈ വർഷത്തെ ആദ്യത്തെ സൈറ്റാ. സ്പ്രിംഗ് സീസൺ വന്നു എന്ന് നമ്മൾ അറിയുന്നത് ഈ ഒരു ചെറി ബ്ലോസത്തിന്റെ വരവോട് കൂടിയാ. അപ്പൊ നമ്മുടെ കാലിഫോർണിയയിലൊക്കെ സ്പ്രിംഗ് ആയി. ഒരറ്റത്തെത്തി. അപ്പോൾ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാഫ് റവന്യൂ ലോസ് ആഞ്ചലസിന്റെ അടുത്താണ്. നമുക്ക് 611 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ളത്. ഇതുകൊണ്ട് ഇതും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാ. ഏതാ അത്? മറ്റേ ഈ ഹോംലെസ് പീപ്പിൾ കിടക്കുന്നുണ്ടല്ലേ? അയ്യോ വേണ്ട, ഗ്രൗണ്ട് പോലെ നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല വീഡിയോക്കകത്ത്. ഗ്രൗണ്ടിനകത്ത് ടെന്റ് അടിച്ച് ഹോംലെസ്സുകൾ അല്ലേ? അത് ഞാൻ നമ്മൾ ആ ലോസ് ആഞ്ചലസിന് പോകുമ്പോഴേ എനിക്കൊന്ന് ഏതൊരു ഭാഗത്തുണ്ട് ഒരു, അതായത് ഇങ്ങനെ ഒരു കുറെ ഭാഗമാണോ കംപ്ലീറ്റ് നമ്മൾ മറ്റേ ഈ ബാംഗ്ലൂരിലൊക്കെ പോകുമ്പോൾ ചേരി പോലെയില്ലേ അതുപോലെ പടുത കെട്ടി പടുത ഇങ്ങനെ ഇട്ടിട്ട് അത് ഇതിപ്പോ ഇങ്ങനെ ഇടക്കിടക്കല്ലേ ഇതിന്റെ അകത്തൊക്കെ ഉണ്ടോ ഈ പള്ളക്കകത്തൊക്കെ കാണുവേ ചില പാലത്തിന്റെ അടിയിലും മറ്റേത് അങ്ങനെയല്ല. മറ്റേത് ആ പാലം ആ ഒരു ഏരിയ കംപ്ലീറ്റ്. ലോസ് ആഞ്ചലസും ന്യൂയോർക്കും ഇതുപോലെ ഹോംലെസ് സിറ്റുവേഷന്റെ പീക്ക് ഏരിയകളാണ്. എന്നാന്ന് വെച്ചാൽ ഇവർക്ക് ഈ എന്തെങ്കിലും ഒരു കേസൊക്കെ ഒന്നൊന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ പല രീതിയിൽ ജോലി കിട്ടാനൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് പല രീതിയിലുണ്ട്. ചിലർക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നാൾ ഒരു പ്രാവശ്യം പോയപ്പം, അതായത് നമ്മൾ ഒരു റെസ്റ്റ് ഏരിയയാ, ആ റെസ്റ്റ് ഏരിയയിൽ ഒരുപാട് കാറുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ കാറിലുള്ളവരെല്ലാം രാവിലെ നമ്മൾ പല്ല് തേക്കുന്ന കൂടെ ഇവരും വന്ന് പല്ല് തേക്കും പരിപാടികളാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ കാറിന്റെ പുറകിൽ മുഴുവൻ ഒരു ബെഡൊക്കെ ഇട്ടിട്ട് അതിൽ തന്നെ കിടക്കുന്നത്. അപ്പൊ ഒരു പുള്ളി ഇങ്ങനെ ചോദിച്ചപ്പോ പുള്ളി ഇങ്ങനെ എന്തോ ക്ലീനിങ് വർക്ക് ചെയ്യുക ഒരു. അപ്പം പുള്ളി എന്ന് വെച്ചാല് പുള്ളിക്ക് വേറെ വീടൊന്നും ഇല്ല, ഈ കാറേ ഉള്ളൂ. അപ്പം പുള്ളിക്ക് ഫാമിലി ഇഷ്യൂ വന്ന് കേസ് കളിച്ച് ഭാര്യ മുഴുവൻ കൊണ്ടുപോയി. പുള്ളിയുടെ ഒന്നുമില്ല. അപ്പൊ പുള്ളി എന്തോ ബിസിനസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളാ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇതായി കഴിഞ്ഞിട്ട് പിന്നെ ഇവര് എന്നാ വെച്ചാൽ ചിലരെന്നാ വെച്ചാൽ ഈ മെന്റലിന്റെ ഇതായിട്ടൊക്കെ ഇത് ചെയ്യും. എന്നതാ ഈ മെന്റൽ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടേ അവർക്ക് വലിയ ഇഷ്യൂ വേണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പോലെ. അങ്ങനെ ഇവർക്ക് ചെറിയൊരു എമൗണ്ട് ഒക്കെ സർക്കാരിൽ നിന്ന് കിട്ടും ഈ മെന്റലിന്റെ ഇത്. ബെനിഫിറ്റ് കിട്ടും. അപ്പൊ അത് അത്യാവശ്യമാർക്ക്. പിന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ പുള്ളിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് പുള്ളി നമ്മുടെ നാട്ടിലെ പോലെ വീട് വേണമെന്ന് നിർബന്ധമൊന്നും ഇവർക്കില്ലല്ലോ. ഇല്ല. അപ്പൊ പുള്ളി ഒരു വൺസിന്റെ വയൽ എല്ലാം ഉണ്ടായിരുന്ന ഒരാളാ. കാറും വണ്ടിയും വീടും എല്ലാം ഉണ്ടായിരുന്നു. അത് കേസായപ്പോ കഴിഞ്ഞപ്പോ ഭാര്യ ആയതുകൊണ്ട് എല്ലാം കൊണ്ട് പോയി. അപ്പൊ പുള്ളിക്ക് പിന്നെ വേറെ ഇപ്പൊ ഇവിടെ പിന്നെ മക്കളും പിന്നെ അങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പോലും മക്കൾ പേരൻസിനെ നോക്കുന്നില്ല. അപ്പം ഇവിടെ അത് പറയേണ്ട കാര്യമില്ല. അപ്പൊ പുള്ളി ജീവിക്കാനായിട്ട് പുള്ളിയുടെ ഒരു കാറുണ്ട്. ആ കാറിൽ തന്നെ പുള്ളി കിടക്കുന്നു. പുള്ളി ഇതുപോലെ ക്ലീനിങ് വർക്ക് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു. അതൊരു വശം. പിന്നെ അതിന്റെ ഒരു പടിയോടെ താന്നുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇവർ ഈ ഡ്രഗ്സിന് അടിമയായി പോകും കുറെ പേര്. ഏതാ അതായത് ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിട്ട് ഇവര് അത് നേരത്തെ ചെറുതായിട്ടൊക്കെ കാണുമായിരിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ആങ്സൈറ്റി വരുമ്പോഴത്തേന് ഇപ്പൊ നമ്മൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ കൂടുതൽ വെള്ളം അടിക്കുന്നു പറഞ്ഞ പോലെ. പിന്നെ ഇവിടുത്തെ ഈ ഡ്രഗ്സ് ഒക്കെ ചിലപ്പോൾ ഈ ഉറക്കം ഇല്ലാതെ വരുമ്പോൾ ഇവര് ഹൈ ആയിട്ട് എടുത്ത് ഈ ഓവർഡോസ് പരിപാടി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് സംഭവങ്ങൾ. ഇപ്പൊ നമ്മളിപ്പോ ഉറക്ക ഗുളിക കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കിടന്ന് പറയുന്ന പോലെ അങ്ങനത്തെ മരണങ്ങളും ഇഷ്യൂസും ഒരുപാടും ഉണ്ട്. അപ്പൊ ആ തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനാണ് അവരിങ്ങനെ അവർക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു എമൗണ്ട് സർക്കാരിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അതുള്ളത് മുഴുവൻ ഇവന്മാർ ഈ ഡ്രഗ്സ് അടിക്കാനൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. സ്കെയിൽ ഓപ്പൺ ആട്ടോ സാറേ. ബൈപ്പാസ് കിട്ടില്ല. ഫുൾ ഇൻ അൺലെസ് ക്ലോസ്ഡ്. കിടക്കുന്നുണ്ട്. നമ്മളെ ഓൾറെഡി അടുത്ത ലോഡ് കൺഫേം ആയിട്ടുണ്ട്. നമ്മൾ ബുധനാഴ്ച എടുത്ത് വെള്ളിയാഴ്ച ഡെലിവറിക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് അടുത്ത ലോഡ് എടുക്കണം. ആ ലോഡ് എടുത്തില്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ട്രിപ്പ് കഷ്ടമായിരിക്കും അല്ലേ? കാരണം വെള്ളിയാഴ്ച ഡെലിവറി ചെയ്തില്ലേ പിന്നെ എന്ന് കിട്ടാൻ. എല്ലാ ഫീൽഡർ പറ്റികളും എല്ലാത്തിനും തന്നെ ഒരു കംപ്ലൈന്റ് ഉണ്ട്.
പുതിയ ലോസ. കാരണം എനിക്കത് ഇവിടെ അങ്ങോട്ട് വേറെ ലോക്കൽ അവരുടെ നല്ല സ്ഥലം മേടിച്ച് ആയിരിക്കണം. അതല്ല കിട്ടില്ല ലോസ, ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്, പുത്തൻ ലോസ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എനിക്കത് പഞ്ചാബികളുടെ ട്രക്ക് സ്റ്റോപ്പുകളുണ്ട് ഇവിടെ. റെസ്റ്റോറൻറ്റുകളുണ്ട് ഇഷ്ടംപോലെ. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയട്ടെ, നമ്മുടെ രോമാഞ്ചം സിനിമയില്ലേ, ആ രോമാഞ്ചം സിനിമയ്ക്കകത്ത് അവർ പല സെഗ്മെൻറ്റിൽ അല്ല പല സെക്ഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരും പഠിച്ചവരും എല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മംഗലാപുരത്തെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ജീവിതം തുടക്കകാലത്ത് ഏകദേശം ഒരു 1.5 വർഷം അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് പല കോളേജുകളിൽ ഇപ്പോൾ നേഴ്സിംഗ് പഠിക്കുന്നവരും ഉണ്ടായിരുന്നു, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നവരും ഉണ്ടായിരുന്നു. വേറെ ആൾക്കാരില്ല, കുറേ പേര് നേഴ്സിംഗുകാർ, കുറേ പേര് ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഞങ്ങളെല്ലാവരും കൂടെ ഏകദേശം ഒരു 14 പേരോളം ഒരു 2 നില വീട്, ഒരു ഇടിഞ്ഞു പൊളിയാറായ ഒരു 2 നില വീട്ടിൽ അങ്ങനെ മുകളിലും താഴെയായിട്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. അതും നേഴ്സിംഗുകാർ പല കോളേജിൽ നിന്നുള്ള നേഴ്സിംഗുകാരുണ്ടായിരുന്നു മംഗലാപുരത്തെ. അതുപോലെ ഞങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റുകാരാണേലും അതും പല ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജുകളിൽ നിന്നുള്ളവർ, അതും ഹോട്ടൽ മാനേജ്മെൻറ്റ് തന്നെ പല കോഴ്സുകൾ പഠിക്കുന്നവർ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയൊരു ജീവിതമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഏരിയയിലുള്ളവരുടെയും ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവില്ല. ലിറ്ററലി ഞങ്ങളെല്ലാവരും കൂടെ ചില്ല് ചെയ്ത് ഹോട്ടൽ മാനേജ്മെൻറ്റുകാർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ പഠിക്കുന്നവർ ഇത്രയും വലിയ ബുക്കുകളാണ്. അങ്ങനത്തെ എത്രയോ ബുക്കുകൾ പരീക്ഷയുടെ സമയത്തും പിന്നെ പ്രാക്ടിക്കലിൻ്റെ സമയത്ത് ആശുപത്രി പോകാൻ നേരത്തും എല്ലാം ഇത് ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്നതും അവർ പരീക്ഷ എഴുതുന്നതും കാര്യങ്ങളും എല്ലാം. അപ്പം അതുപോലെ ഒരു സ്ട്രഗിളിൽ കൂടെ കടന്നു പോയിട്ട് അവർ അച്ചീവ് ചെയ്ത നേഴ്സിംഗ് എന്നുള്ളൊരു പ്രൊഫഷന് മാസം 40,000 രൂപ എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഈ 2026 അതൊരു വലിയ വരുമാനമാണോ നാട്ടിൽ ജീവിക്കുന്ന ഒരു ഫാമിലീനെ സംബന്ധിച്ചിടത്തോളം? കാരണം ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന എല്ലാവരും അവർ ട്രീറ്റ് ചെയ്യുന്ന ഒരു രോഗിയുടെ ആരോഗ്യത്തിനും അവരുടെ ജീവനും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളല്ലേ. എനിവേ നമ്മൾ പറഞ്ഞ് കാടൊന്നും കയറുന്നില്ല, ഞാൻ പറയാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ള നേഴ്സുമാരെയും അല്ല അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള നേഴ്സുമാരെ മാത്രമല്ല കേട്ടോ, ഒരു കോമൺ സെൻസിൽ കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് ജോലിയെടുത്ത് അതായത് പ്രോപ്പർ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ആൾക്ക് മര്യാദയ്ക്കൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് 40,000 രൂപ ഇന്നത്തെ കാലത്ത് ഒരു വലിയ കാര്യമൊന്നുമല്ല. അപ്പം അതിന് നമ്മുടെ സമരം ചെയ്യുന്ന നേഴ്സുമാരെല്ലാം അർഹരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ചാനലിൽ ഫുള്ള് സമരം ചെയ്യുന്ന എല്ലാ നേഴ്സുമാർക്കും ഫുൾ സപ്പോർട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെടട്ടെ, അവർക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ടുള്ള ശമ്പളം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വിശേഷങ്ങൾ. ഈ വീഡിയോ ഇവിടെ തരികയാണ്. മറ്റൊരു വീഡിയോ കൂടെ നമുക്ക് വീണ്ടും കാണാം. ഏകദേശം 400 കിലോമീറ്ററും കൂടെ ഉണ്ട് നമുക്ക് ലോസ് ആഞ്ചലസിലേക്ക്. അവിടെ ചെന്ന് നമുക്ക് ട്രെയിലർ ഹുക്ക് ചെയ്യണം. ബൈ.